മഹാകുംഭമേളയുടെ നിരവധി വാർത്തകളാണ് പല ദേശീയ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. ഓരോ ദിവസത്തെ പ്രത്യേകതകൾ, പ്രത്യേക പൂജകൾ, അതുപോലെ മഹാകുംഭമേളയുടെ ചരിത്രം, ഇപ്പോഴത്തെ പശ്ചാത്തലം, അതിന്റെ സൗകര്യങ്ങൾ, അതിന് വേണ്ട ചടങ്ങുകൾ, അതിനെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ടാണ് നിരവധി ദൃശ്യ ശ്രവ്യ അച്ചടി മാധ്യമങ്ങൾ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവിടെ തീപിടുത്തമുണ്ടായി, അത് വലിയ വാർത്തയാക്കി. ഉടനെ കുംഭമേള കത്തിയമരും എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ നൽകിയത്. കൊള്ളാമേതായാലും ഒരു രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം അത് ഒരു മഹോത്സവമായി നടക്കുമ്പോൾ അതിനെ ഇത്തരത്തിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്ന മാധ്യമ ധർമ്മത്തോട് നമുക്ക് പരമ പുച്ഛം മാത്രം. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ചില വാർത്തകൾ പുറത്തു വരുന്നു. അതായത് വാർത്തകൾ മാത്രമല്ല, ചില ചിത്രങ്ങൾ. അതായത് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഈ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജും പരിസര പ്രദേശങ്ങളും എങ്ങനെയാണ് അതുകൊണ്ട് ഈ ബഹിരാകാശ വീക്ഷണ കോണിലൂടെ നോക്കുമ്പോൾ ഈ മഹോത്സവം എങ്ങനെ കാണാൻ സാധിക്കുന്നു, അതിന്റെ ഒരുക്കങ്ങൾ എങ്ങനെ കാണാൻ സാധിക്കുന്നു, ഏത് രീതിയിലാണ് കുംഭമേള നടക്കുന്നത്. അത് നമ്മുടെ തന്നെ പ്രത്യേകമായ ഹൈദരാബാദിലെ പ്രത്യേക എർത്ത് സ്റ്റേഷൻ വഴി സ്വാംശീകരിച്ച ചിത്രങ്ങളാണ്. ഇന്ത്യൻ സാറ്റലൈറ്റുകൾ, ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ എടുത്ത ചിത്രങ്ങളാണ് ഇത്. അതായത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മറ്റേതൊരു രാജ്യത്തെക്കാളും നമ്മൾ ഒരുപടി മുന്നിൽ തന്നെയാണ്. നാസയെക്കാളും ഒരുപടി മുന്നിൽ തന്നെയാണ് ISRO എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്, വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് താനും. അപ്പം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് 2 ഉപഗ്രഹങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുന്ന ഡോക്കിംഗ് എന്ന അതിസങ്കീർണമായ സാങ്കേതിക വിദ്യ നമ്മൾ വിജയകരമായി നടപ്പിലാക്കിയത്. അതിനുശേഷമാണ് ISRO ഈ ചിത്രങ്ങൾ ഹൈദരാബാദിലെ അവരുടെ എർത്ത് സ്റ്റേഷൻ വഴി പുറത്തുവിട്ടിരിക്കുന്നത്. ഈ മഹാകുംഭമേളയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ ഒന്ന് കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. നമ്മൾ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ ഒപ്പം ചേർത്ത് പിടിക്കുന്നു എങ്കിലും നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ നമ്മൾ കൂടെ നിർത്തുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ കൂടെ നിർത്തുന്നു. അതായത് ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും നമ്മുടെ ഹൈന്ദവ ആചാരങ്ങൾക്കും വിശ്വാസ പ്രമാണങ്ങൾക്കും ഭാരതീയ സംസ്കൃതിക്കും ഒന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുതന്നെയാണ് ഭാരതത്തെ വിശ്വഗുരുവായി, ലോകൈക ഗുരുവായി ലോകം കാണുന്നത്. നമ്മുടെ സാംസ്കാരിക പാരമ്പര്യമുണ്ട്, നമ്മുടെ ഋഷി വര്യന്മാർ പറഞ്ഞു തന്ന ഋഷിപ്രോക്തങ്ങളായ നമ്മുടെ ആചാരങ്ങളുണ്ട്, സംസ്കൃതിയുണ്ട്, നമ്മുടെ ആർഷഭാരത സംസ്കൃതിയുണ്ട്, നമ്മുടെ പുരാണങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്, നമ്മുടെ ചിന്താശകലങ്ങളുണ്ട്, നമ്മുടെ വേദങ്ങളുണ്ട്, നമ്മുടെ ഉപനിഷത്തുകളുണ്ട്, എല്ലാമുണ്ട്. അതിനെയൊക്കെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോഴും നമ്മൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഏറ്റവും മുന്നിൽ തന്നെയാണ്. നമ്മൾ മറ്റ് ഗ്രഹങ്ങളിലേക്ക് സഞ്ചരിക്കും, നമ്മൾ ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും സഞ്ചരിക്കും, നമ്മൾ സമുദ്രത്തിന്റെ അടിയിൽ പോയി അവിടുത്തെ രഹസ്യങ്ങൾ തേടും, നമ്മൾ ആളുകളെ ബഹിരാകാശത്തേക്ക് അയക്കും, നമ്മളെല്ലാം ചെയ്യും. നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ചും അതുപോലെ നക്ഷത്രങ്ങളെക്കുറിച്ചും ഒക്കെ എത്രയോ കാലം മുമ്പ്, യുഗങ്ങൾ മുമ്പ് നമ്മുടെ ചരിത്ര പുരുഷന്മാർ പറഞ്ഞിരിക്കുന്നു. അതൊക്കെ തന്നെ സ്വാംശീകരിച്ചുകൊണ്ട് മുന്നേറുന്ന, ചരിത്രപഥങ്ങളിലൂടെ മുന്നേറുന്ന ഭാരതീയ സംസ്കൃതിയെ ഹൃദയത്തോട് ചേർക്കുന്ന, എന്നാൽ ശാസ്ത്ര സാങ്കേതിക മേന്മയെ, ശാസ്ത്ര സാങ്കേതിക അതിനൂതന വിദ്യകളെ മുറുക്ക പിടിക്കുന്ന നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യ എന്ന ആശയം, ഇന്ത്യ എന്ന സ്വത്വം, അതൊരു ഐഡന്റിറ്റിയാണ്. നമുക്കെല്ലാം അതൊരു ഐഡന്റിറ്റിയാണ്, നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത്. ഈ മഹാകുംഭമേളയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ കണ്ട് ഒരു വേള ലോകം അമ്പരന്നേക്കാം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ മഹോത്സവം, ലോകോത്തര മഹോത്സവത്തിന്റെ ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ കാണാവുന്ന ചിത്രങ്ങൾ എത്ര മഹത്ഭുതമായിരിക്കുന്നു, അല്ലെങ്കിൽ എത്ര മനോഹരമായിരിക്കുന്നു ഈ ചിത്രങ്ങളും. അത് എടുക്കാൻ കാണിച്ച നമ്മുടെ ഉപഗ്രഹ ചിത്രങ്ങളാണ്, നമ്മുടെ സ്വന്തം ഉപഗ്രഹങ്ങൾ ചേർത്ത് വെച്ച, നമ്മുടെ ഹൈദരാബാദിലെ പ്രത്യേക സംവിധാനങ്ങൾ വഴി സ്വാംശീകരിച്ച അല്ലെങ്കിൽ നമ്മൾ ക്രോഡീകരിച്ച ചിത്രങ്ങളാണ് ഇതൊക്കെ തന്നെ. നമ്മൾ ഇന്നും മുന്നിൽ തന്നെയാണ്, ഭാരതം ഇന്നും മുന്നിൽ തന്നെയാണ്, എന്നും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങ് നിങ്ങോളം. Branding partner Kohna, Coalition of Hindus of North America. EduBix,
ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.